എന്ത് പറ്റി റഷീദേ? ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ. ഒന്നുമില്ലടാ. എന്നാലും പറയ്, എന്ത് പറ്റി? ഇങ്ങനല്ലല്ലോ നീ. എടാ, ഇന്നേ ഒരു സംഭവം ഉണ്ടായി. ഇന്ന് വൈകുന്നേരം ഞാൻ കടയിൽ നിന്ന് വരുമ്പോൾ ഉപ്പാന്റെ സ്നേഹിതൻ കോമോക്ക് എൻ്റെ കൂടെ വൈകുന്ന് കയറി. എത്ര ഉപ്പാന്റെ പേരോ? സുഖല്ലേ? ആ കോമോക്ക, അപ്പാക്ക് സുഖാണ്. അപ്പൊ പേരക്കുട്ടികളെയും കളിപ്പിച്ച് പെരിയിൽ തന്നെ ഇരിക്കലാണ്. നോക്കി, ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങള് വരുമ്പോ എന്തെങ്കിലും ഫുഡ് വാങ്ങി വരോണ്ടി. ആ ഞാൻ വാങ്ങിക്കൊണ്ടിരാം. കോമോക്കാക്ക് നേരം വെക്കൂല്ലോ. ഇവിടുന്ന് ഒരു സാധനം വാങ്ങിക്കാട്ടോ. കരീമേ, ഒരു ഷവായ 4 പീസ് ആയിക്കാട്ടോ. എല്ലാ റസീദേ, അനക്ക് എന്റെ പേരേക്ക് 5 പീസ് വേണ്ടേ? എന്താ 4 പീസ് ആക്കണേ? ഇപ്പാക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഇപ്പാക്ക് ആ സാധാ ചോറും മീൻകറി ഇഷ്ടം. ഇപ്പാക്ക് ഇത് ഇഷ്ടമില്ല എന്നുള്ളത് ഇപ്പൊ പറഞ്ഞേക്കണം. ഞാൻ എന്ത് മേടിക്കാൻ പോയാലും ഇപ്പാനോട് ചോദിക്കും. ഇപ്പൊ പറയും എനിക്കൊന്നും വേണ്ട. ഇപ്പാട് ചോദിക്കാ എന്നല്ലാതെ വാപ്പാ ഒന്നിച്ച് കഴിക്കാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഈ ഇപ്പൊ പറഞ്ഞ കൂടുതല് ഒരു പീസ് കൂടി ഏറെ പറയും. എന്നിട്ട് ആ വീട്ടിൽ കൊണ്ടുപോയിക്കാണ്ട് ഇപ്പാനും കൂടി കൂടെ വിളിച്ചിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു നോക്ക്. അപ്പൊ എനിക്ക് അറിയാം ഇപ്പൊ കഴിക്കോ ഇല്ല എന്നുള്ളത്. കോമൊക്കെ പറഞ്ഞ പോലെ ഒരു പീസ് എക്സ്ട്രാ വാങ്ങി ഞാൻ പെരിയിൽ പോയി. ഇപ്പോൾ സാധാരണ പേർക്ക് തൈരിലിരിക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുപോയ ഷവായ എടുത്ത് വെച്ച് ഇപ്പാനെ ഞാൻ വിളിച്ചപ്പോൾ ഇപ്പം പറഞ്ഞത് ഞാൻ ചോറ് കഴിച്ചോളടാ. അപ്പം ഞാൻ പറഞ്ഞിപ്പാനോട് നിങ്ങൾക്കും കണക്കാക്കി കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ കഴിച്ചില്ലെങ്കിൽ മാസമായി പോവും, ഇതെന്തായാലും കഴിക്കണം. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ അപ്പോൾ വന്ന് കഴിച്ചു. മയൂനസും കുബൂസും എങ്ങനെ കഴിക്കണം എന്നറിയാത്ത എൻ്റെ ഉപ്പാക്കേ എൻ്റെ മക്കളാണ് പറഞ്ഞു കൊടുക്കണം. എൻ്റെ കുട്ടികൾ പറയുന്നതനുസരിച്ച് കഴിക്കണതേ ഞാൻ നിറ കണ്ണുകളോടെയാണ് നോക്കി നിന്നത്. പിന്നേറ്റ് എൻ്റെ ഇപ്പം ചെറുപ്പത്തിലേ ഹോട്ടലിൽ കയറുമ്പോൾ എനിക്ക് ബിരിയാണി പറയും. എൻ്റെ ഇപ്പം വയ്ക്കൽ സാധാ ചോറ, അല്ലെങ്കിൽ ഒരു ചായ. വെള്ളിയാഴ്ച മാസത്തിലൊരിക്കലോ ഇറച്ചി കൊണ്ടുവരുമ്പോൾ എൻ്റെ ഇപ്പം കഴിക്കൽ അതിൻ്റെ ചാറ് മാത്രമാണ്. മീൻ കൊണ്ടുവരുമ്പോഴും അതെ, കഷ്ണങ്ങൾ ഞങ്ങൾക്ക് തന്ന് അതിൻ്റെ ചാറ് മാത്രം കഴിക്കും. ഉപ്പാക്ക് മീനും ഇറച്ചിയൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ നോണ എൻ്റെ കുഞ്ഞു മനസ്സ് അന്ന് വിശ്വസിച്ചു. വെറുമൊരു കൂലി തൊഴിലാളിക്ക് അരിഷ്ടിച്ച് കഴിയാനുള്ള ശമ്പളം അന്ന് ഉപ്പാക്ക് കിട്ടണുള്ളൂ എന്നുള്ളത് എനിക്കന്ന് അറിയില്ലായിരുന്നു. ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. ജീവിതത്തിൽ ഇന്ന് വരെ നല്ല ഭക്ഷണം കഴിക്കാത്ത എല്ലാ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച എൻ്റെ ഉപ്പാൻ്റെ മുന്നിലിരുന്നിട്ടാണ് ഞാൻ ഇതുപോലുള്ള ഭക്ഷണം ഇതുവരെ കഴിച്ചത്. ഞാൻ 3 കുട്ടികളുടെ ബാപ്പായിട്ടും എൻ്റെ ഉപ്പാനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലടാ. റഷീദേ, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് നമ്മളപ്പന്മാർ നമ്മൾ വളർത്തിയത്. അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മാറ്റി വെച്ചിട്ടാണ് നമ്മളെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അവർ സാധിച്ചു തരുന്നത്. നമ്മുടെയൊക്കെ തിരക്കുകൾക്കിടയിൽ അവരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം. അവരത് പറയില്ല, നമ്മളത് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കണം. പതിനായിരക്കണക്കിന് നെഞ്ചിൻ്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയ സ്നേഹത്തിന്റെ ഉറവകളായിട്ട ഒരായുസ് മുഴുവൻ വാപ്പ ജീവിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയാ. നിങ്ങൾ ഈ അനുഭവിക്കുന്ന തണൽ അത് വാപ്പാന്റെ ചോരയാ, വാപ്പാന്റെ നീരാ.